ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണിത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഡിസ്കഷൻ കേട്ട് കഴിഞ്ഞാൽ കുറേ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ബോഡിയോളിൽ ഡിസ്കസ് ചെയ്യുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കും. ഇൻ ദ റിയാക്ഷൻ BrO3 മൈനസ് ഒരു ഇക്വേഷനാണ്. BrO3 മൈനസ് പ്ലസ് 5Br മൈനസ് പ്ലസ് 6H പ്ലസ് ഗിവിങ് 3Br2 പ്ലസ് 3H2. ഇതാണ് ഇക്വേഷന്. എന്നിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തത് the rate of appearance of bromine is related to the rate of disappearance of bromide എന്നിട്ട് ഓപ്ഷൻസ് ആണ് ബാക്കി വന്നത്. അപ്പോൾ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബ്രോമിനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബ്രോമൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്കറിയാം ഇവർ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു -1/a dA/dt -1/b dB/dt. അങ്ങനെ കണക്ട് ചെയ്താൽ -1/5 dBr -/dt ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 dBr2/dt. ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ദെൻ ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ള റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബ്രോമിൻ ആണ്. അപ്പോൾ dBr2/dt ഈക്വൽ ടു 3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -3/5 dBr -/dt. അപ്പോൾ ഇതാണ് അതിൽ ആൻസർ. അതിലുണ്ട് ഓപ്ഷൻ, നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടാം. ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. സോ ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2N2O5 ഗിവിങ് 4NO2 പ്ലസ് O2. എന്നിട്ട് തന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നത് -delta N2O5/delta T K1 into N2O5 delta NO2/delta T K2 into concentration of N2O5 delta O2/delta T K3 into concentration of N2O5. ക്വസ്റ്റ്യൻ ഇതാണ്. K1ഉം K2ഉം K3ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. -1/2 delta N2O5/delta T ഇങ്ങനെ എഴുതാം നമുക്ക്. ഈ തന്നത് -delta N2O5/delta T തന്നിട്ടുണ്ട്. K1 into concentration of N2O5. സോ 1/2 into ഇവിടെ 1/4 into K2 into concentration of N2O5 that is equal to K3 into concentration of N2O5. concentration of N2O5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതിനെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into K1 that is equal to K2 that is equal to 4K3. സോ നിങ്ങൾക്ക് ആൻസർ ഇതിൽ കിട്ടുക ഓപ്ഷൻ എ ആയിരിക്കും. 2K1 ഈക്വൽ ടു K2 ഈക്വൽ ടു 4K3. ഓക്കെ, ദെൻ ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Then if order of reaction is 0, it means that എന്താ ഓർഡർ ഓഫ് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ്റെ ഓർഡർ 0 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. R is equal to K എന്നാണ് കിട്ടുക. R is equal to K. അപ്പോൾ ഇവിടെ ആക്ച്വലി R ഗിവിങ് P എന്നുള്ള റിയാക്ഷൻ 0 ഓർഡർ ആണെങ്കിൽ R ഈക്വൽ ടു K ഇൻറ്റു R⁻0 എന്നാണ്. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈക്വൽ ടു K. ഇവിടെ കോൺസെൻട്രേഷൻ്റെ പവർ 0 ആണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ റേറ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. റേറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ് അതിലുള്ളത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അതല്ല, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now fourth question, the time taken for completion of 3/4 of a first order reaction is. എന്തായിരുന്നു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്? നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? K ഈക്വൽ ടു 2.303/T log R0/R എന്നാണ് ഇക്വേഷന്. ഇനി ഇവിടുന്ന് T ഈക്വൽ ടു 2.303/K ഇൻറ്റു ലോഗ് R0 അങ്ങനെ തന്നെ കിടക്കട്ടെ. ടൈം ടേക്കൺ ഫോർ എത്രയാണ് പറഞ്ഞാൽ എത്രയാണ്? കംപ്ലീഷൻ ഓഫ് 3/4 ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 3/4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്ര ഉണ്ടാവുക? 1/4 R0 ആണ് ബാക്കി ഉണ്ടാവുക. സോ R0 കട്ട് ചെയ്ത് പോകും. ഇത് തലതിരിഞ്ഞ് മുകളിലേക്ക് എത്തും. സോ ആൻസർ കിട്ടുക 2.303/K log 4 എന്നാണ് ആൻസർ കിട്ടുക. സോ അതിൽ ഓപ്ഷൻ ഉണ്ട് log 4. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. 2.303/K log 4. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Choose the correct statement. Doubling the concentration of reactant in a first order reaction do not affect the rate of reaction. അങ്ങനെയല്ലല്ലോ, നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ മാറിയ റേറ്റ് മാറും. ഡബിളിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡബിൾസ് ദ റിയാക്ഷൻ റേറ്റ്. അടുത്ത് ഡബിളിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻ എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഡബിൾസ് ദ റേറ്റ്. ഡബിളിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻ എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഇൻക്രീസസ് ദ റേറ്റ് ബൈ എ ഫാക്ടർ
2.5. അടുത്ത doubling the concentration of reactant in a second order reaction does not affect the rate of reaction. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ നോക്കും, നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R എന്നാണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് R ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 2R എന്ന് കൊടുക്കാൻ നമുക്ക് ഡബിൾ ചെയ്തില്ലേ. അപ്പോൾ അതിനെ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? R ഡാഷ് ബൈ R ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓർ R ഡാഷ് ഈക്വൽ ടു 2R. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡബിളിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡബിൾസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് വരിക. അതേസമയം then അതിൽ ഡിയും ഇയും ഓപ്ഷൻ വരുമ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. K ഇൻറ്റു R സ്ക്വയർ എന്നായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 2R ഹോൾ സ്ക്വയർ സെക്കൻഡ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ R ഡാഷ് ബൈ R ഈക്വൽ ടു 4 എന്ന് കിട്ടും. R ഡാഷ് ഈക്വൽ ടു 4R 4 ടൈംസ് ആയിട്ട് മാറും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല. സോ ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി. ഇനി അടുത്ത് നൗ 6th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ A+B ഗിവിംഗ് C. ദ ഫോളോയിങ് ഡാറ്റ വർ ഫൗണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്, റേറ്റും തന്നിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് റേറ്റ് എക്സ്പ്രഷൻ ഫ്രം ദിസ് ഡാറ്റ ഈസ് എന്നാണ് ചോദിച്ചത്. ഏതാ ഇക്വേഷൻ ഏതാണ്? A+B ഗിവിംഗ് C. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ അസ്യൂം ചെയ്യുക R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു X B റൈസ് ടു Y എന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി ആ ഇനീഷ്യൽ റേറ്റ് എന്തൊക്കെയാണ് തന്നത്? ദെൻ 0.1 ഈക്വൽ ടു ഫസ്റ്റ് കൊടുത്തു നോക്കാം K ഇൻറ്റു 0.2 റൈസ് ടു X പിന്നെ 0.3 റൈസ് ടു Y ഒന്നാമത്തെ ഇക്വേഷന്. സെക്കൻഡ് ഇക്വേഷൻ 0.9 ഈക്വൽ ടു ദെൻ ഓക്കെ K ഇൻറ്റു 0.2 അല്ലല്ലോ, ഇതിൽ വാല്യൂ തന്നത് 2 അല്ല എന്നത് 2 റൈസ് ടു X ഇവിടെ 3 റൈസ് ടു Y. ഇവിടെ അതേപോലെ 6 റൈസ് ടു X അതേപോലെ എത്രയുള്ള 3 റൈസ് ടു Y. ദെൻ ഇത് സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ 0.9 ഈക്വൽ ടു K ഇൻറ്റു 6 റൈസ് ടു X 6 റൈസ് ടു Y. ഓക്കെ, ദെൻ ഇനി ഇത് തേർഡ് ഇക്വേഷന്. ഇനി നിങ്ങൾ ദെൻ ഇതിലിപ്പോൾ നമുക്ക് വൈയുടെ ഈ സെക്കൻഡ് ഇത് സെയിം ആയതുകൊണ്ട് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ 0.9 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് പോകും, കെയും പോയിട്ടുണ്ടാവും. 6 ഡിവൈഡഡ് ബൈ 2 ഓൾ റൈസ് ടു X. സോ 9 ഈക്വൽ ടു 3 റൈസ് ടു X. X ഈക്വൽ ടു എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. ഓക്കെ, X ഈക്വൽ ടു 2. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ Xൻ്റെ വാല്യൂ കിട്ടി. ഇനി X എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ കിട്ടി. എത്ര കിട്ടിയ? 2. ഇനി ദെൻ ഇത് നമുക്ക് ഒഴിവാണെന്നുണ്ടെങ്കിൽ Y കാണാൻ 3 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കും. 3 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 0.9 ഡിവൈഡ് ബൈ 0.9 ദറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി കെയും ക്യാൻസൽ ചെയ്ത് പോയി 6 റൈസ് ടു X പോയി 2 റൈസ് ടു Y എന്ന് കിട്ടും. സോ Y 1 ഈക്വൽ ടു 2 റൈസ് ടു Y ആണെങ്കിൽ Y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എന്താ കിട്ടുന്നത്? R ഈക്വൽ ടു K ഇൻറ്റു A സ്ക്വയർ എന്നായിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ ചെയ്തത്? ഇനി ഇത് അല്ലെങ്കിലും വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കും, ഈ ക്വസ്റ്റ്യനിൽ ദെൻ ഫസ്റ്റ് 2 എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്താൽ എയുടെ കോൺസെൻട്രേഷൻ 2 ഉള്ളത് 6 ആവുന്നു, നേരെ ട്രിപ്പിൾ ആവുന്നുണ്ട്. റേറ്റ് അന്നേരം 9 ടൈംസ് ആവുന്നു. ഒരാളെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആകുമ്പോൾ റേറ്റ് 9 ടൈംസ് ആയാൽ അതിൻ്റെ പവർ 2 ആയിരിക്കും. ശ്രദ്ധിക്കണേ. അതേപോലെ പക്ഷേ ഇനി അടുത്തതിൽ സെക്കൻഡും തേർഡും എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു, പക്ഷേ റേറ്റിൽ മാറ്റം വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബിയുടെ പവർ എന്താണ്? 0 ആണ്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുക? സി ആണ് കിട്ടുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കും. 75% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ 32 മിനിറ്റ്. വെൻ വാസ് 50% ഓഫ് ദി റിയാക്ഷൻ കംപ്ലീറ്റഡ്? എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. 75% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. നമ്മൾ ഇപ്പോൾ 100% സാധനം ഒരു ടി ഓഫ് കഴിയുമ്പോൾ ദെൻ 50% ആയിട്ട് മാറും. 50 എഗെയിൻ ഒരു ടി ഓഫും കൂടി കഴിയുമ്പോൾ 25% ആയിട്ട് മാറും. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ ദെൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതായത് 100 50 ആവാൻ എടുക്കുന്ന അതേ സമയമാണ് 50 25 ആവാൻ. വേണമെങ്കിൽ അടുത്തത് പറയാം. ദെൻ ഒരു ടി ഓഫ് കൂടി കഴിഞ്ഞാൽ ഇത് 12.5% ആയി മാറും. 25% ആയി മാറുക എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം റിയാക്ട് ചെയ്തിട്ടുണ്ട്? 75. സോ T 75% ഈക്വൽ ടു എന്താടാ? 2 ടി ഓഫ് എന്നല്ലേ ഇവിടെ കിട്ടുന്നത്? 2 ടൈംസ് ഹാഫ് ലൈഫ്. ഇതാണ് ഇവിടെ
ഓർക്കേണ്ടത്. ദെൻ ഇതാണ് ഇതിൻ്റെ വാല്യൂ ആണ് 32 മിനിറ്റ്സ് തന്നത്. അപ്പോൾ ടി ഓഫ് ഈക്വൽ ടു എന്തായിരിക്കും 32/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മിനിറ്റ്. എന്താ ഇത് ആർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഓർഡറിന് മാത്രം. ദെൻ അടുത്ത് ഇനി നോക്കിക്കോ, ഇത് കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്നവിടെയാണ് 12.5% ബാക്കി. അതിൻ്റെ മീനിങ് എന്താ? ഇത്രയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടി എത്ര ഉണ്ടാവുക? 87.5% ഈക്വൽ ടു 3 ടി ഓഫ് ആയിരിക്കും. ഇതാണ് അടുത്ത കണക്ഷന്. ഇനി വേണമെങ്കിൽ 6.25% ആണ് അടുത്ത ഒരു ടി ഓഫും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കലുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തത് മനസ്സിലായല്ലോ. ടി 75% ഈക്വൽ ടു 2 ടി ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 32 മിനിറ്റ്. സോ ടി ഓഫ് ഈക്വൽ ടു 16 മിനിറ്റ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8th ക്വസ്റ്റ്യൻ. For a chemical reaction A giving C, it is found that the rate of reaction quadruples when concentration of A is double. Concentration of A double ചെയ്ത് കഴിഞ്ഞാൽ then റേറ്റ് ക്വാഡ്രപ്പിൾ ആയി മാറുന്നു. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ? തൽക്കാലം നമുക്ക് ആ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. R ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു N. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിചാരിക്കും. ഇവിടെ റേറ്റ് ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴാണ്? കോൺസെൻട്രേഷൻ ഓഫ് A ഡബിൾ ചെയ്തപ്പോൾ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് നോക്ക്. 4 ഈക്വൽ ടു 2 റൈസ് ടു n കിട്ടും. ഓർ n ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ് ആൻസർ ഏതാ കിട്ടുന്നതാണ്? ഈ 2 എന്നുള്ളതുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ കൊടുത്ത്? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫോർ എ കെമിക്കൽ റിയാക്ഷൻ A ഗിവിംഗ് പ്രോഡക്റ്റ് ദ റേറ്റ് ലോ ഈസ് റേറ്റ് R ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു 3. A raised to 3. എന്നിട്ട് എന്തായാലും പറയുന്നത് what happens to the rate of reaction when concentration of A is doubled? എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവിടെ നോക്കൂ. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താൽ R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 2A ഓൾ റൈസ് ടു 3 ഇങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ ഇവിടുന്ന് R ഡാഷ് ബൈ R ഈക്വൽ ടു എങ്ങനെ കിട്ടുക? ദെൻ ഇനി 2 റൈസ് ടു 3 എന്നല്ലേ കിട്ടുക? ഓർ R ഡാഷ് ഈക്വൽ ടു 8R എന്ന് കിട്ടും. സോ 8 ടൈംസ് ആയിട്ട് മാറും. സോ ആൻസർ ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8. സോ ഈ ആണ് ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ. The rate of a first order reaction is 0.69 into 10 raised to minus 3 mole liter inverse minute inverse. When the initial concentration is 0.2 mole liter inverse, half life period എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് പറഞ്ഞത്? ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. ടി ഓഫ് ഈക്വൽ ടു 0.693/K. പക്ഷെ ഇവിടെ K തന്നിട്ടില്ലല്ലോ. അതിന് പകരം എന്താ തന്നത്? ദെൻ റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് R ഈക്വൽ ടു K ഇൻറ്റു ഇങ്ങനല്ലേ തന്നത്? ഓർ K ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R. ശ്രദ്ധിക്കണേ, ചെയ്ത് നോക്കും. എത്രയാണ് റേറ്റ്? എത്ര തന്നത്? 0.69 ഇൻറ്റു 10 റൈസ് ടു -3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R എത്രയാണ്? 0.2. ഇതിൻ്റെ യൂണിറ്റ് കൂടി ശ്രദ്ധിക്കണേ. മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സ് ആണ്. പിന്നീട് നോക്കാം. ഇത് നേരെ അങ്ങ് ടി ഓഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഓഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 0.69 ഇൻറ്റു 10 റൈസ് ടു -3 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവാം? ഇവിടെ നോക്കൂ. ഇത് തല തിരിഞ്ഞ് മുകളിലേക്ക് എത്താനുള്ളതാണ്. ഇതെന്ത് കൂടി കട്ട് ചെയ്ത് പോകും. 10 റൈസ് ടു -3 മുകളിലേക്ക് പോകുമ്പോൾ 10 റൈസ് ടു 3 അല്ലേ ഉണ്ടാവുക. സോ ആൻസർ എത്ര കിട്ടുക? 200 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അതുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾ. 200 മിനിറ്റ്. പക്ഷേ ഇവിടെ 200 എന്നല്ലേ കിട്ടുന്നത്? 10 റൈസ് ടു 3 ആകുമ്പോൾ 2. ഓക്കെ. ഇനിയും പക്ഷേ ഇവിടെ എന്താ നമ്മോട് പറയുന്നത്? എന്താണ്? വെൻ ദ ഇനീഷ്യൽ കോൺസെപ്റ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഈസ്. എന്താ ഹാഫ് ലൈഫ് പീരിയഡ്? മിനിറ്റ് ആകുമ്പോൾ ഇനി നമ്മൾ അതിനെന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? ഇതിൽ 10 റൈസ് ടു -3 10 റൈസ് ടു -200 കിട്ടൂല. 20 അല്ലേ കിട്ടുള്ളൂ. 20. ദെൻ ഇനി 20. ഈ 20 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ്. ഇതാണ് ആൻസർ കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കണേ. 10th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് 1.2 ഇൻറ്റു റേറ്റ് കോൺസ്റ്റന്റ് തന്നത് 1.2 ഇൻറ്റു 10 റൈസ് ടു -5 മോൾ റൈസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്.
ഇവിടുന്ന് ചോദ്യതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. നമുക്കറിയാവുന്ന എന്താ, nth ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റൈസ് ടു 1 മൈനസ് എൻ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. മോൾ റൈസ് ടു 1 മൈനസ് എൻ, ആ 1 മൈനസ് എൻ ഈക്വൽ ടു -2 ആണ്. അപ്പോൾ n ഈക്വൽ ടു എന്താ കിട്ടുക നമുക്ക്, ഇത് ഇങ്ങോട്ട് എടുത്താൽ ഇത് അങ്ങോട്ട് എടുത്താൽ അപ്പോൾ എത്ര കിട്ടുക, 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് ഓർഡർ ആണ്. ഈ ഇക്വേഷൻ്റെ ഓർഡർ ഏതാണ്, തേർഡ് ഓർഡർ. സോ ആൻസർ ഡി ആണ് കറക്റ്റ്. ഇനി ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഗ്രാഫ് ഓഫ് ലോഗ് എ വേഴ്സസ് ടി സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഏതൊക്കെ ഗ്രാഫാ, ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫുകൾ നമ്മൾ ആ തിയറി പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ലോഗ് ദെൻ ഓക്കെ കോൺസെൻട്രേഷൻ ഓഫ് ആർ അഗെയിൻസ്റ്റ് ടി ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, സ്ലോപ്പ് -k ഡിവൈഡഡ് ബൈ 2.303. ln r അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ -k എന്നേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത വേറൊന്നും കൂടി ഒരു ഗ്രാഫ് കൂടി ഉണ്ട്, ലോഗ് r0 ബൈ r അഗെയിൻസ്റ്റ് ടി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, സ്ലോപ്പ് k ഡിവൈഡഡ് ബൈ 2.303. ഓർക്കണേ, എൻട്രൻസ് എക്സാമിന് പലപ്പോഴും ചോദിക്കലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 13. The thermal decomposition of a reaction follows first order kinetics. It decomposes 50% in 120 minutes. Time required for 90% decomposition will be. ഇത് ചെയ്യുകയാണെങ്കിൽ കുറേ ചെയ്യാനുണ്ട്, ഇതിനൊക്കെ കുറേ ഷോർട്ട് കട്ടുകളുണ്ട്, നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. T90% ഈക്വൽ ടു എപ്പോഴും 3.3 TF ആയിരിക്കും ഫസ്റ്റ് ഓർഡറിന്. T99% എന്ന് പറഞ്ഞാൽ 6.6 TF ആയിരിക്കും. T99.9% എന്ന് പറഞ്ഞാൽ 9.9 ഓർ 10 TF ആയിരിക്കും. ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു T75% എന്ന് പറഞ്ഞാൽ 2 TF, അതേപോലെയുള്ള ഇക്വേഷൻസ് ആണ്. അതൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ എന്താ, ദെൻ T90% കാൽക്കുലേറ്റ്, എന്താ T90% എന്ന് പറഞ്ഞാൽ എന്താ, T90% 3.3 TF or that is equal 3.3 into എത്രയാണ് 120, that is equal എത്ര ആൻസർ കിട്ടുക, 3.38 × 33 into 12. നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ എത്ര കിട്ടും, ആൻസർ 400 ഇതല്ലേ കിട്ടാം. ഒരു മിനിറ്റ്, ഇതിൽ 120 മിനിറ്റ് 120 into 3.3 33 into 12 അല്ലേ കിട്ടുക, 33 into 12 6 then 3 396 അറൗണ്ട് കറക്റ്റ്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ആൻസർ കിട്ടും, ബി ആണ് ആൻസർ കിട്ടുക, 400 മിനിറ്റ് എന്ന് കിട്ടും. സോ ഓക്കെ, അപ്പോൾ ആൻസർ ബി. ഇനി അടുത്ത് 14th ക്വസ്റ്റ്യൻ. ദ റേഡിയോ ഐസോട്ടോപ്പ് നൈട്രൻ 13 വിച്ച് ഹാസ് ഹാഫ് ലൈഫ് 10 minutes is used to image the organs in the body. If injected sample as an activity 40 microcurie, what's the activity after 30 minutes? 40 microcurie ആണ് injected sample. Okay, 40 microcurie. Then ഇനി ഇപ്പം എന്താ പറയുന്നത്, എന്താ then ഇനി 10 minutes ആണ് ഹാഫ് ലൈഫ്, 30 മിനിറ്റിന് ശേഷം എത്ര ബാക്കി ഉണ്ടാവുകയെന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെയും ഓർഡർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ ഈ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ് ഹാഫ് ലൈഫ് എങ്കിൽ അത് 3 TF ആണ്. അപ്പോൾ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ n ഹാഫ് ലൈഫ് നമ്മൾ എത്ര പറഞ്ഞിരുന്നത്, R0 ഡിവൈഡഡ് ബൈ 2^n. ഇവിടെ 2^n പകരം 2^3. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. നിങ്ങൾക്ക് ആൻസർ കിട്ടും 5 മൈക്രോക്യൂറി. സോ ആൻസർ എത്രയാണ് കിട്ടുക, സി ആണ് ആൻസർ കിട്ടുക. നോ 15th ക്വസ്റ്റ്യൻ വായിക്കും. A+B ഗിവിങ് C+D, A+C ഗിവിങ് E. ഒന്ന് സ്ലോ ആണ്, രണ്ടാമത്തെ ഫാസ്റ്റ് ആണ്. ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ഷൻ ഈസ്, ആ റിയാക്ഷൻ്റെ ഇതിനൊക്കെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ആരായിരിക്കും, സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ എയും ബിയും ആണുള്ളത്. അപ്പോൾ റേറ്റ് ആർ ഇസ് ഈക്വൽ ടു K × A × B. സോ ആൻസർ ഏതാ കിട്ടുക, ബി ആണ്, ഓപ്ഷൻ ബി ആണ് കിട്ടുക. ദെൻ ഇനി അടുത്തത് 16th question. Half-life period of a first order reaction is 693 seconds. The rate constant of this reaction will be, first order reaction ആണ്, half-life കാണാനുള്ള ഇക്വേഷൻ എന്താ, 0.693 ഡിവൈഡഡ് ബൈ K ആണ്. അപ്പോൾ ഇവിടെ എന്താ തന്ന, എന്താണ് ഹാഫ് ലൈഫ് പീരിയഡ് തന്ന്, റേറ്റ് കോൺസ്റ്റന്റ് K ആണ് ചോദിച്ചത്. K ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ TF ഓർ 0.693 ഡിവൈഡഡ് ബൈ 693. സോ ആൻസർ എത്ര കിട്ടുക, ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.10⁻³ എന്നല്ലേ കിട്ടുന്നത്. സോ 0.001 കിട്ടും, 0.001 സെക്കൻഡ് ഇൻവേഴ്സ്. സോ ആൻസർ സി കിട്ടും. ഇനി അടുത്ത 17th ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് SO2 നോക്കണേ. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് SO2 + O2 ഗിവിങ് 2SO3.
then is 1.2 into 10 raised to minus 3 gram second inverse. The rate of formation of SO3 ആണ് ചോദ്യം. ഏതാ ഇക്വേഷൻ ഏതാണ്? 2SO2 plus O2 giving 2SO3. ഇനി തന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO3. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2 -1/2 into dSO2/dt ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into dSO3/dt. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2 റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് SO3 സെയിം ആണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രശ്നം തന്നത് ഗ്രാം പെർ സെക്കൻഡിലാണ്, ഗ്രാമിലല്ല മോളിലാണെങ്കിൽ ഈക്വലായി മാറുള്ളൂ. മോളിലേക്ക് മാറ്റണം. എങ്ങനെ മോളിലേക്ക് മാറ്റും നമ്മൾ? എന്നിട്ട് ആൻസറും ഗ്രാമിലേക്ക് തന്നെ, ആൻസറും ഗ്രാം പെർ സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുണ്ട് ഇവിടെ dSO2/dt നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യണം -dSO2/dt. നമുക്ക് തന്നത് എന്തായിരുന്നു? വാല്യൂ തന്നത് 1.28 into 10 raised to minus 3 ആണ്. ഡിവൈഡഡ്, ഇത് വെയിറ്റ് ഗ്രാമിലാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ SO2ൻ്റെ മോളാർ മാസ് എത്ര? SO2ൻ്റെ 32 16 into 2 64 ആണ് കിട്ടുക. 64. ദെൻ ഇനി ഇത്രയും മോൾ പെർ സെക്കൻഡ്. ഓക്കെ, മോൾ പെർ, ഇതാണ് ആൻസർ, മോൾ പെർ സെക്കൻഡ്. അപ്പോൾ dSO3/dt ഈക്വൽ ടു, ഇതാണ് ആൻസർ, 1.28 into 10 raised to minus 3 ഡിവൈഡ് ബൈ 64 മോൾ പെർ ലിറ്റർ ആണ്. അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ, മോൾ സെക്കൻഡ് ഇൻവേഴ്സ്, ലിറ്റർ അല്ല ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് കേട്ടോ, സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സ്, എന്താണോ ടൈം തന്നത് അവർ തന്ന ടൈം സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആൻസർ തന്നത് ഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ SO3യെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമ്പർ ഓഫ് മോളിന് ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മോളാർ മാസ്. SO3യുടെ മോളാർ മാസ് എത്രയാണ്? SO3 സൾഫർ 32 പ്ലസ് 16 into 3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 80 into 80. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇവിടെ 128. ഇതിനെ 128 ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 64 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ എന്നിട്ട് 80 ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഓപ്ഷൻ ഇ ആയിരിക്കും. 1.6 into 10 raised to minus 3. 1.6 into 10 raised to minus 3 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ ഇ ആയിരിക്കും കിട്ടും. ഇത് ചെയ്യാൻ എളുപ്പമുള്ളതാണ്, ഇത് കട്ട് ചെയ്ത് പോക്കാൻ പറ്റിയ സംഖ്യകളാണ്. അപ്പോൾ എഴുതി നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടും. സോ ഇ ആയിരിക്കും ആൻസർ. 18th question. In a first order reaction, the concentration of reactant is reduced to 1/8 of initial concentration in 75 minutes at 298 Kelvin. Question: what is the half-life period of the reaction in minute? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1/8 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ ആദ്യം നമ്മൾ ഒരു ഹാഫ് ലൈഫിന് എത്ര ആയിട്ടാണ് മാറുന്നത്? T-half കഴിയുമ്പോൾ ദെൻ 1/2 ആയിട്ട് മാറും. ഒരു T-half കൂടി കഴിയുമ്പോൾ എത്ര ആയിട്ട് മാറും? അതിനൊരു 1/4. ഒരു T-half കൂടി കഴിയുമ്പോഴോ 1/8. അപ്പോൾ ദെൻ ഓക്കെ 1/8 ദെൻ T 1/8 is equal to എത്ര ഉണ്ടാവുക? 3 T-half അല്ലേ ഉണ്ടാവുക? ഇതാണ് നമുക്ക് തന്നത്. എത്ര തന്നത്? 75. സോ T-half equal to 75 divided by 3 that is equal to 25 എന്ന് ആൻസർ കിട്ടും. സോ 25 ആണ് ആൻസർ. 19th question. In a reaction A plus B giving product, rate is doubled when concentration of B is doubled and rate is increased by a factor when concentration of both A and B are doubled. Rate law for the reaction can be written as. എന്തൊക്കെ പറഞ്ഞത്? ഇക്വേഷൻ നോക്ക്. A plus B giving product. First one, the rate is doubled when concentration of B is doubled. Then ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം, R equal to K into A raised to X B raised to Y. നമ്മൾ അസ്യൂം ചെയ്യാം ഇങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? എന്താ? റേറ്റ് ഈസ് ഡബിൾഡ് വെൻ rate is doubled when concentration of B is doubled. 2R equal to K into A raised to X. നമ്മൾ പിന്നെ ഇത് മാത്രമേ മാറ്റി, ഏത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? A raised to X പിന്നെ 2B raised to Y. ഇതിന് ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇനി അടുത്ത് rate become 8 times when both A and B are double. 8R is equal to K into 2A all raised to X 2B all raised to Y. ഇത് തേർഡ് ഇക്വേഷൻ. നമ്മളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. എന്തൊക്കെ ചെയ്യാം?
2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 2 is equal to 2 raised to y or y equal to 1 എന്ന് കിട്ടും. ഇനി 3 ഡിവൈഡഡ് ബൈ ഏതായിക്കോട്ടെ, 3 ഡിവൈഡ് ബൈ 2 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 3 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 8/2 is equal to 4 equal to 2 raised to x or x equal to 2 എന്ന് കിട്ടും. സോ നിങ്ങൾ ആൻസർ കിട്ടും a raised to 2 b raised to 1. സോ അങ്ങനെ ഏതാ ആൻസർ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡി അതാണെന്ന് തോന്നുന്നു. a raised to 2 b raised to 1. സോ ആൻസർ ഡി കിട്ടും. ശരിയല്ലോ അത്? Now question number 20. The rate of a gaseous reaction is given by the expression R equal to K into concentration of A into concentration of B. Question. If volume of the reaction vessel is suddenly reduced to 1/4 of the initial volume, then okay, the reaction rate relating to original rate will be. എന്താ ഇവിടെ പറഞ്ഞത്? ഗേഷ്യസ് റിയാക്ഷൻ ആണ്. ഗേഷ്യസ് റിയാക്ഷൻ്റെ വോള്യം 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി സംഭവിക്കൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 4 times ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ 4 times ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ? R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 4A ഇൻറ്റു 4B എന്ന് കൊടുക്കുക. കോൺസെൻട്രേഷൻ 4 times കൂടിയില്ലേ? സോ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ R ഡാഷ് ബൈ R ഈക്വൽ ടു 4 ഇൻറ്റു 4 എന്ന് കിട്ടും 16 ഓർ R ഡാഷ് ഈക്വൽ ടു 16R എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് കർവ് റെപ്രസെൻറ്റ് സീറോ ഓർഡർ റിയാക്ഷൻ? അപ്പോൾ ഇത് ശരിയായില്ല, ഈ ക്വസ്റ്റ്യൻ ശരിയായില്ല. ഇവിടെ എന്താ കൊടുത്ത്? ദെൻ വോള്യം 1/4 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ 4 times ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇനി പ്രഷറാണ് 1/4 ആയിട്ട് മാറുന്നതെങ്കിലോ പ്രഷറിൻ്റെ അതേപോലെ കോൺസെൻട്രേഷൻ 1/4 ആയിട്ട് മാറും. പ്രഷർ കുറയുമ്പോൾ ദെൻ ഓക്കെ കോൺസെൻട്രേഷൻ കുറയുക എന്നുള്ളത് തന്നെ. ഇനി അടുത്ത 21. വിച്ച് കർവ് റെപ്രസെൻറ്റ് സീറോ ഓർഡർ റിയാക്ഷൻ? ആ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കൂ. ഡിഫറെൻറ്റ് ഗ്രാഫ് ഉണ്ട്, ഡിഫറെൻറ്റ് ഗ്രാഫ് അല്ലേ? ദെൻ എന്തൊക്കെയാണ് തന്നത്? എന്തൊക്കെയാണ്? ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് എയും ഒന്ന് ടൈമും. എങ്ങനെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഡിഫറെൻറ്റ് ഗ്രാഫ് ആണല്ലോ. ഇങ്ങനെയാണ് സീറോ ഓർഡറിൻ്റെ ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ നമ്മൾ പറഞ്ഞത്? അതിൻ്റെ സ്ലോപ്പ് -k എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ ഷേപ്പാണ് അവർ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ for every 10 degree rise in temperature, rate is doubled. If temperature is increased from 10 degree Celsius to 100 degree Celsius, rate of reaction will. ഓരോ 10 degree റൈസ് ഇൻ ടെമ്പറേച്ചറിനും റേറ്റ് ഡബിൾ ചെയ്യും. 10 degree റൈസിനും റേറ്റ് 2R ആയിട്ട് മാറും. R എന്നുള്ളത് 2R ആയിട്ട് മാറും. അപ്പോൾ 10 degree 20 degree ആയിട്ട് മാറുമ്പോൾ 2R ആവും. 20 degree 30 degree ആകുമ്പോൾ 4R ആയി മാറും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷന് 2 raised to 100 minus 10 ഇത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 100 ഫൈനൽ ടെമ്പറേച്ചർ, 10 degree ഇനിഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ 2 raised to 9. 2 raised to 9 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒന്ന് ചെയ്ത് നോക്കൂ. 2 raised to 9 എന്ന് പറഞ്ഞാൽ 512 times എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23. An endothermic reaction A giving B has an activation energy 15 kilocalorie per mole and enthalpy change 5 kilocalorie per mole. Activation energy of the reaction B giving A. അതായത് A giving B എന്നുള്ളത് ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ B giving A എന്നുള്ളത് റിവേഴ്സ് റിയാക്ഷൻ. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും അത്. ദെൻ ഇവിടെ നമ്മൾ എൻതാൽപ്പി എന്ന് എടുക്കാം. ഇവിടെ റിയാക്ഷൻ കോഓർഡിനേറ്റ് ആണ് എടുക്കുന്നത്. ഇവിടെ ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ എന്നല്ലേ പറഞ്ഞത്? എൻഡോതെർമിക് റിയാക്ഷൻ ഇവിടെ റിയാക്റ്റൻറ്റ് എച്ച് റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ്. ദെൻ ഇനി ഇത് നമ്മൾ എച്ച് പ്രോഡക്റ്റ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് വരുന്നത് എൻഡോതെർമിക് ആണ്. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, ഈ ഗ്രാഫ്. ദെൻ ഇതാണ് ത്രഷോൾഡ് എനർജി ET. ഇത്രയും എനർജി ബാരിയർ ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ഇത് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത്രയും എനർജിയാണ് ഡെൽറ്റ എച്ച്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് is equal to എച്ച് പ്രോഡക്റ്റ് മൈനസ് എച്ച് റിയാക്റ്റൻ. ഇത് ആർക്കും നമുക്ക് എക്സോതെർമിക്കിന് അപ്ലൈ ചെയ്യാം, എൻഡോതെർമിക്കിന് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ എച്ച് പ്രോഡക്റ്റ് മൈനസ് എച്ച് റിയാക്റ്റൻ എന്ന് പറഞ്ഞാൽ എച്ച് പ്രോഡക്റ്റ് കൂടുതലും എച്ച് റിയാക്റ്റൻ്റ് കുറവും. അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും, അത് എൻഡോതെർമിക്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, നേരെ ഗ്രാഫ് താഴേക്കാണ് വരിക, അതായിരിക്കും എക്സോതെർമിക് റിയാക്ഷൻ. ഇനി ഇതല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഡെൽറ്റ എച്ച് is equal to EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേർഡ്. ഇത് രണ്ട് എക്സോതെർമിക്കിനും എൻഡോതെർമിക്കിനും അപ്ലൈ
അപ്ലൈ ചെയ്താൻ പറ്റിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ രണ്ട് ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പോൾ ഡെൽറ്റ എച്ച് എത്ര, ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് 5 കിലോ കാലറീസ് ആണ് തന്നത്. 5 ഈക്വൽ ടു, ഇനി ഫോർവേഡ് റിയാക്ഷന് 15 ആണ് തന്നത്. ഇ എ ബാക്ക്വേർഡ് അല്ലേ ചോദിച്ചത്. സോ ഇ എ ബാക്ക്വേർഡ് ഈക്വൽ ടു 15 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. 10 കിലോ കാലറീസ് പെർ മോൾ. സോ ആൻസർ ഏതാണ് കിട്ടുക? സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 24? ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2.5 times when temperature is raised from 300 to 310 Kelvin. K is the rate constant at 300 Kelvin and rate constant at 310 Kelvin will be. നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് 2.5 times ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ദെൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ്? റേറ്റ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 2.5 K ആയിട്ട് മാറും. മനസ്സിലായില്ല? ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് 2.5 times. സോ ആൻസർ ഏതാണ്? ഇ ആണ്. Now question number 25. The decomposition of N2O into N2 and O in the presence of gaseous argon as follows second order kinetics with K equal to equation തന്നിട്ടുണ്ട്. Hence EA will be activation energy എന്താണെന്നാണ് ചോദ്യം. നമുക്ക് അരിയനിയസ് ഇക്വേഷൻ ആണ് ആദ്യം തന്നത്. K equal to A e raised to minus EA by RT എന്നാണ്. എ തന്നിട്ടുണ്ട്, ഇ എ ബൈ ആർ ടി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇ റൈസ് ടു എന്താ ഇക്വേഷനിൽ? ഇപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി അവിടെ അതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇ എ ബൈ ആർ ടി ഈക്വൽ ടു എത്രയാണ് അവിടെ തന്നത്? എത്രയാണ്? മൈനസ് 29,000 പിന്നെ കെ കെൽവിൻ എന്നാണ് ബൈ ടി. അപ്പോൾ എന്തൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റും? ടി കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആക്ടിവേഷൻ എനർജിയാണ് കാണേണ്ടത്. ഇ എ ഈക്വൽ ടു മൈനസ് 29,000 കെ എന്നുള്ളത് കെൽവിന് വേണ്ടിയിട്ടുള്ളതാണ് 6. ഈ 6ൻ്റെ വാല്യൂ നമുക്ക് ആൻസർ തന്നത് കിലോ കാലറീസിലാണ്. അപ്പോൾ 6ൻ്റെ വാല്യൂ കാലറീസിൽ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. മൈനസ് 29,000 ഇൻറ്റു ഇതിനൊക്കെ 1.99 കിലോ കലോറി പെർ കെൽവിൻ പെർ മോളാണ് 6ൻ്റെ വാല്യൂ. അത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 2 എടുത്തു. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 58,000 മൈനസ് 58,000 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ കിട്ടുന്നത് മൈനസ് ഇല്ല കേട്ടോ. മൈനസ് നമ്മളിവിടെ മൈനസ് ഇ എ ബൈ ആർ ടി. അപ്പോൾ മൈനസ് ഇവിടെയും വരും. സോ ഇ എ ഈക്വൽ ടു ഈ മൈനസ് കൂടി നമുക്ക് ഒഴിവാക്കല്ലോ. സോ ഇ എ ഈക്വൽ ടു ഇതിനൊക്കെ 58,000 ഓർ ആൻസർ 58 കിലോ കാലറീസ് എന്ന് കിട്ടും. സോ ആൻസർ ഏതാ കിട്ടുന്നത്? സി. ക്വസ്റ്റ്യൻ നമ്പർ 26 ശരിയായില്ലേത്? ഇതായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26. റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഈക്വൽ ടു തന്നിട്ടുണ്ട് ആൻഡ് ഇ എ തന്നിട്ടുണ്ട്. വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. എങ്ങനെ അത് ചെയ്യാം? ഇപ്പോൾ നോക്കും, ഇവിടെ തന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് കെ തന്നു, ഇ എ തന്നു, ടി ടെൻസ് ടു ഇൻഫിനിറ്റി. കെ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി അല്ല, എങ്ങനെയല്ലേ തന്നത്? കെ ഈക്വൽ ടു തന്നിട്ടുണ്ട്, പിന്നെ ഇ എ തന്നിട്ടുണ്ട്. അപ്പോൾ കെ ഈക്വൽ ടു എത്ര എന്നത് 1.2 ഇൻറ്റു അല്ലെങ്കിൽ നമുക്കിവിടെ എങ്ങനെ കൊടുക്കാം? ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആണെങ്കിൽ എമൗണ്ട് ഡിവൈഡ് ബൈ സംഖ്യ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇൻഫിനിറ്റി കൊടുത്താൽ 0 എന്നല്ലേ കൊടുക്കുന്നത്. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ കെ ഈക്വൽ ടു എ എന്ന് കിട്ടും. കെ ഈക്വൽ ടു എ. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? കെയുടെ അതേ വാല്യൂ 1.2 ഇൻറ്റു 10 റൈസ് ടു 3. സോ ആൻസർ ഏതാ കിട്ടുന്നത്? ഏതാണ്? ബി ആണ് ഓപ്ഷൻ കിട്ടുക. എങ്ങനെ ചെയ്ത്? ടി ടെൻസ് ടു ഇൻഫിനിറ്റി സംഖ്യ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി നമ്മൾ 0 എന്നാണ് കൊടുക്കുന്നത്. ഇ റൈസ് ടു 0 നമുക്ക് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ കെ ഈക്വൽ ടു എ എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ്? ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 27. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 27? If a homologous catalytic reaction can take place through 3 alternative paths as depicted below, catalytic efficiency P, Q, R respectively. എങ്ങനെ കൊടുക്കുന്നത്? ദെൻ ഓക്കെ, ഒരു ഇക്വേഷന് ഗ്രാഫ് ഇങ്ങനെയാണ് കൊടുത്തത്, രണ്ടാമത്തെ ഇങ്ങനെ, മൂന്നാമത്തെ ഇങ്ങനെ. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി P, Q, R. ഇത് ദെൻ P എന്നുള്ള കാറ്റലിസ്റ്റ്, ഇത് Q, ഇത് R. ആക്ടിവേഷൻ എനർജി ഏറ്റവും കുറക്കുന്നത് ആരാണ്? R ആണ്. സോ ആൻസർ ഏതാണ്? R ആണ് ആക്ടിവിറ്റി കൂടുതൽ, പിന്നെ Q, പിന്നെ P. സോ ആൻസർ ഏതായിരിക്കും? D ആയിരിക്കും. Number 28. Activation energy for the reaction calorie per mole ആണ് from the following data.
ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1/T log K. എങ്ങനെ ചെയ്യാൻ പറ്റാം? നമ്മൾ ഇത് log K ഒക്കെ തന്ന സ്ഥിതിക്ക് 1/T ഒക്കെ തന്നിട്ടുണ്ടല്ലോ നമുക്ക്. നമ്മൾ ഇക്വേഷൻ ഉണ്ട് log K2/K1 = EA divided by 2.303 R into ഇനി എങ്ങനെയുള്ളത് 1/T1 minus 1/T2 ഇങ്ങനെ തന്നെയല്ലേ ഉള്ളത്. എന്നിട്ടല്ലേ നമ്മൾ T2 minus T1 divided by T1 T2 എന്നൊക്കെ ആക്കിയത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ തന്ന് log K തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുക log K2 minus log K1 = EA divided by 2.303 R into 1/T1 minus 1/T2. എന്താ log K2 എന്താണ്? log K2 769 കെൽവിന്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും 2.9 മൈനസ് ദെൻ ഇനി അടുത്ത എത്രയാണ് K1 നമുക്ക് എന്ത് കൊടുക്കാം 1.1. ദെൻ ആക്ടിവേഷൻ എനർജി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് EA divided by 2.303 R into 2. ഞാൻ 2 എന്താ കൊടുക്കാൻ കാരണം ആറിൻ്റെ വില കാലറീസിലെടുത്തു. ഇനി 1/T1 എത്രയാണ് നമ്മൾ പറഞ്ഞത് 1/T1 1.5 into 10⁻³ then minus പിന്നെ 1.3 into 10⁻³ ഇനി സിമ്പിളാണ് ഇത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇത് 0.8 that is equal to EA divided by 2.303 into 2 in then ഇത് എത്ര ഉണ്ടാവുക 0.2 into 10⁻³ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിനൊക്കെ 4 into 10⁻⁴ എന്ന് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 4 EA = ഇത് ഇങ്ങോട്ട് എടുക്കുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 4 into 10⁻⁴ എന്ന് കിട്ടും. സോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. For a certain reaction, activation energy is 0. What is the value of rate constant at 300 Kelvin if K = 1.6 into 10⁻6 second inverse at 280 Kelvin? എന്തായാലും പറഞ്ഞാൽ എന്താണ് ആക്ടിവേഷൻ എനർജി 0 ആണെങ്കിൽ ഇപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ആക്ടിവേഷൻ എനർജി 0 ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് പോയില്ലേ. അപ്പോൾ log K2 minus log K1 = 0 എന്നല്ലേ കിട്ടുക. അപ്പോൾ log K2 = log K1 അല്ലേ കിട്ടുക. അപ്പോൾ K2 = എന്താ കിട്ടുക K1 അല്ലേ ആൻസർ കിട്ടുക. K2 തന്നെ ആയിരിക്കും K1. സോ ആൻസർ ഏതാണ് എ ആണ് ആൻസർ കിട്ടുക, ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. An endothermic reaction A giving B has an activation energy x kilojoule per mole of A. If energy change y ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി ഓഫ് റിവേഴ്സ് റിയാക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇക്വേഷന് ΔH = EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേർഡ്. എത്രയാണ് പറഞ്ഞത്? ആക്ടിവേഷൻ എനർജി എക്സ് ആണ്, എനർജി ചേഞ്ച് വൈ ആണ്. y = x minus EA ബാക്ക്വേർഡ് ഓർ EA ബാക്ക്വേർഡ് = x minus y എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ് ബി, x minus y. അപ്പം നമ്മൾ 30 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്നുകൂടി പോയി നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം ഈ എക്സ്പ്ലനേഷൻ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.